വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മൂലകങ്ങളും സംയുക്തങ്ങളും എന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ ഇനിയും PSC ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം എലമെൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ PSC നന്നായിട്ട് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ PSC പഠിക്കുന്ന പിള്ളേർക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സിലബസിൽ നിന്നും എടുക്കുന്ന ഓരോ ടോപ്പിക് എടുക്കുക, സിലബസിൽ നിന്നും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണ്, ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2021 മുതൽ 2025 വരെ ചോദിച്ച ചോദ്യങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് എന്താണ്? നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം വ്യത്യസ്തങ്ങളായ തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടവയാണെന്നറിയാമല്ലോ. ഈ തന്മാത്രകൾ ഓരോന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും അവയുടെ ഘടനകൾ എന്തെല്ലാം സവിശേഷതകളുണ്ട് എന്നും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താണ് തന്മാത്രകൾ എന്ന് പറയുന്നത്? അതാണ് പറഞ്ഞു വരുന്നത്. എന്താണ് തന്മാത്രകൾ? ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളെയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്രകൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും, അതായത് എന്താ പറയുന്നത്, എല്ലാ ഗുണങ്ങളിലെ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ ഘടകം ഏതാണ്, ഏറ്റവും ചെറിയ കണം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? തന്മാത്രയാണ്. അപ്പോൾ ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളെയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിലൂടെയാണ് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? രാസപ്രവർത്തനത്തിലൂടെയാണ് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കുന്നത് അല്ലേ? നോക്കാം നമുക്കൊരു പരീക്ഷണം. നന്നായി ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ കത്തിക്കുക, നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? നോക്കി ഒരു മഗ്നീഷ്യം റിബൺ എടുത്തിട്ടുണ്ട്. ഈ മഗ്നീഷ്യം റിബൺ കത്തിക്കുകയാണ്. അപ്പോൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താ ലഭിക്കുക? ഒരു വെളുത്ത പൊടി ലഭിക്കും. നമുക്ക് എന്താണ് ലഭിക്കുക? വെളുത്ത പൊടി ലഭിക്കും. ഈ വെളുത്ത പൊടി എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡാണ്. അതായത് മഗ്നീഷ്യം ഓക്സൈഡാണ് ഇവിടെ ഉണ്ടാകുന്ന വെളുത്ത പൊടി. അപ്പോൾ ഇവിടെ എന്ത് പ്രവർത്തനമായിരിക്കും നടന്നിട്ടുണ്ടായിരിക്കുക? മഗ്നീഷ്യം അല്ലേ? നമ്മൾ മഗ്നീഷ്യം റിബൺ ആണ് കത്തിച്ചത് അല്ലേ? അപ്പം മഗ്നീഷ്യം എന്ന് പറയുന്നത് എന്തായിട്ട് കത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഓക്സിജനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടായി? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. അപ്പോൾ ഒരു പുതിയ തന്മാത്രകൾ ഉണ്ടായല്ലോ. അപ്പോൾ രാസപ്രവർത്തനത്തിലൂടെയാണ് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി അല്ലേ? മഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടായ മഗ്നീഷ്യം ഓക്സൈഡാണ് ഈ വെളുത്ത പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയൊരു പൊടി ഉണ്ടാവുകയാണല്ലേ. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? മഗ്നീഷ്യം എടുത്ത് അല്ലേ, മഗ്നീഷ്യം റിബൺ എടുത്തിട്ട് തീയിൽ കത്തിക്കുകയാണ്. അപ്പോൾ കത്തിച്ച് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ ഒരു പൊടി ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ പൊടിയാണ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നുവെന്നതിന് ഒരു ഉദാഹരണമാണിത്. ഇനി വേറൊരു പരീക്ഷണം നമുക്ക് നോക്കാം. തന്മാത്രകളെ വിഘടിപ്പിച്ചിട്ട് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കാം. ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുക്കുക. ഈർപ്പരഹിതമായ ഇവിടെ ഇല്ല കേട്ടോ, ഇത് ഫസ്റ്റ് പരീക്ഷണമാണ്. ഓക്കെ. ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുക്കുക. നോക്കി ഇതാണ് ബോയിലിംഗ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഓക്കെ, പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര എന്താണ്? കത്തിക്കുകയാണ് അല്ലേ. പഞ്ചസാര എന്താ ചെയ്യുന്നത്? ബോയിലിംഗ് ട്യൂബിൻ്റെ വായുഭാഗത്ത് ഒരു കഷ്ണം പഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വായുഭാഗത്ത്, അതായത് ബോയിലിംഗ് ട്യൂബിൻ്റെ വായുഭാഗം എന്ന് പറയുമ്പോൾ ഇതല്ലേ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കഷ്ണം പഞ്ഞി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബോയിലിംഗ് ട്യൂബിനെ നന്നായിട്ട് ചൂടാക്കുകയാണ്, ശക്തമായി ചൂടാക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നന്നായി ചൂടാക്കുമ്പോൾ നോക്കിയേ, ഈ ഒരു ട്യൂബിൽ ഒരു കറുത്ത സാധനം വന്ന് കിടക്കുന്നുണ്ട് അല്ലേ. ഇതെന്താണ്? ഈ ഒരു എന്താണ് സംഭവം? ബോയിലിംഗ് ട്യൂബിൽ അവശേഷിച്ച കറുത്ത നിറത്തിലുള്ള പദാർത്ഥം എന്തായിരിക്കും? കാർബൺ, കരിയായിരിക്കും അല്ലേ. ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ കാണുന്ന പദാർത്ഥം എന്താണ്? ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ചെറിയ ജല തന്മാത്രകൾ, ചെറിയ വെള്ളത്തുള്ളികൾ പോലെ കാണാനായിട്ട് പറ്റും.
ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നതെന്നാണ് പദാർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ട്യൂബിൽ എടുത്തിട്ടുണ്ട്. ആ ട്യൂബിൻ്റെ വായ് ഭാഗത്ത് പഞ്ഞി വെച്ച് മൂടിയിട്ടുണ്ട് അല്ലേ, പഞ്ഞി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തീ കൊണ്ട് അല്ലെ നമ്മൾ ശക്തമായി ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാക്കുമ്പോൾ ഈ പഞ്ചസാര എന്ന് പറയുന്നത് കരിയും അല്ലേ, പഞ്ചസാര എന്ത് ചെയ്യും, കരിയല്ലേ. പഞ്ചസാര കരിയുന്ന വെച്ചാൽ അവിടെ കാർബൺ ആണ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക അല്ലേ, കാർബൺ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക. പിന്നെ ഈ സൈഡിലാണെങ്കിലോ ജലത്തുള്ളികൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എന്താണ് ജലം കാണുന്നുണ്ട്. നോക്കാം. പഞ്ചസാര ചൂടാക്കിയപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു, കാർബണും ജലവും ലഭിച്ചു അല്ലേ. പഞ്ചസാര ചൂടാക്കിയപ്പോൾ എന്താ ലഭിച്ചത്, കാർബണും ജലവും ലഭിച്ചു. പഞ്ചസാരയുടെ തന്മാത്ര വാക്യം എന്ന് പറയുമ്പോൾ എന്താണ്, C11H22O11 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വിഘടിപ്പിക്കുകയാണ്, ഈ പഞ്ചസാരേനെ വിഘടിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വിഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെ കാർബണും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടറും കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇനി വേറൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലൂടെ നമുക്കെന്ന് മനസ്സിലായി, പഞ്ചസാര തന്മാത്രകളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കാനായിട്ട് പറ്റും എന്ന് മനസ്സിലായി. ഇനി വേറൊരു പരീക്ഷണം. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ചെറിയൊരു മെഗ്നീഷ്യം ഇടുക. അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിൽ അല്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇട്ടിരിക്കുന്നത്, മെഗ്നീഷ്യമാണ് ഇട്ടിരിക്കുന്നത് അല്ലേ, മെഗ്നീഷ്യമാണ് ഇട്ടിട്ടുള്ളത്. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. ഇവിടെ ഒരു ചന്ദനത്തിരി കാണിക്കുകയാണ് അല്ലേ, ഇവിടെ ഒരു ചന്ദനത്തിരി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ചന്ദനത്തിരി വായ്ഭാഗത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു വാതകം ഉണ്ടാകും. എന്താണ് അവിടെ സംഭവിക്കുക, എന്തോ ഒരു വാതകം ഉണ്ടാകും. ഈ വാതകം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈഡ്രജൻ ആയിരിക്കും. എന്താണ് വാതകം ഉണ്ടായിരിക്കുക, ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അത് കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സെയിം പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് അതായത് HCl എടുക്കുകയാണ്. അതിൽ ഒരു മെഗ്നീഷ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിൻ്റെ വായുഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഒരു വാതകം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതാണ് എന്ത്, ഹൈഡ്രജൻ ആണ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡും അവിടെ ഉണ്ടായിട്ടുണ്ട്, ഹൈഡ്രജനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. മെഗ്നീഷ്യം എന്ന് പറയുന്നത് Mg എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl പ്രവർത്തിച്ചപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു, മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl ലഭിച്ചു. പ്ലസ് ഹൈഡ്രജൻ ലഭിച്ചു. ഈ പരീക്ഷണത്തിലൂടെ ലഭിച്ച ഹൈഡ്രജൻ വാതകത്തെ ഈർപ്പരഹിതമായ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച് ഇതിലേക്ക് കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമുക്കൊരു ഹൈഡ്രജൻ വാതകം ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ ഈ പ്രവർത്തനം ചെയ്തപ്പോൾ നമുക്ക് ഒരു ഹൈഡ്രജൻ വാതകം ലഭിച്ചിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ വാതകം ഇതുപോലെ തന്നെ ഈർപ്പമില്ലാത്ത ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിലേക്ക് കത്തുന്ന ചന്ദനത്തിരി കാണിക്കുക. ഓക്കെ. അതായത് ഈ പരീക്ഷണത്തിലൂടെ ലഭിച്ച ഹൈഡ്രജൻ വാതകത്തെ എങ്ങോട്ടേക്ക് മാറ്റാണ്, ഒരു ഈർപ്പമില്ലാത്ത, അതായത് ജലത്തുള്ളികളൊന്നും ഇല്ലാത്ത, ജലത്തിൻ്റെ അംശവും ഇല്ലാത്ത ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ചന്ദനത്തിരി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ജലത്തുള്ളികൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ നമുക്ക് ജലത്തുള്ളികൾ കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഹൈഡ്രജൻ എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിലുണ്ട് അല്ലേ. ഹൈഡ്രജൻ ഇതിന് നേരെ നമ്മൾ ചന്ദനത്തിരി കാണിക്കുന്നുണ്ട് അല്ലേ. ഈ ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ട്, ഹൈഡ്രജൻ അല്ലാതെ തന്നെ നമ്മളിവിടെ ഒരു ചന്ദനത്തിരി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ചൂടാകും, ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി പ്രവർത്തിച്ചിട്ട് എന്ത് സംഭവിക്കും, അവിടെ ജലം ഉണ്ടാകുന്നു. ജലം ഉണ്ടാകുന്നു, 2H2O ഉണ്ടാകുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഈ പരീക്ഷണത്തിൽ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലം ഉണ്ടാകുന്നു. ഹൈഡ്രജനും ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു, ജലം ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഹൈഡ്രജനും ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാകുന്നതെന്ന്, ജലം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെ ഒരു കത്തുന്ന വാതകം ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേറെ 2 പരീക്ഷണങ്ങളും കൂടെ ചെയ്തല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി, തന്മാത്രകൾ നമുക്ക് വിഘടിപ്പിക്കാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി, പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ.
ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് എന്താ പറഞ്ഞത്? ജലം എന്ന് പറയുന്നത്, ജലത്തിൽ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെന്ന് അല്ലേ? അപ്പോൾ ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട പരീക്ഷണങ്ങൾ പോലെ തന്നെയാണ് ചെയ്തതിൽ അദ്ദേഹം എന്താ ചെയ്ത? ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ലയിപ്പിച്ചു. ഹൈഡ്രജൻ വാതകത്തെ എന്ത് ചെയ്തു? ഓക്സിജനിൽ ലയിപ്പിച്ചു. അങ്ങനെ ഓക്സിജൻ ലയിപ്പിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി, ആൾക്ക് കാവൻഡിഷിന് മനസ്സിലായി ഇവിടെ എന്തുണ്ടായിന്ന്? ജലം ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ജലത്തിൽ കുറേ ഘടകങ്ങളുണ്ട്, അത് ഹൈഡ്രജനും ഓക്സിജനുമാണെന്ന് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. നെക്സ്റ്റ് ആരാണ്? സർ ഹംഫ്രി ഡേവി. സർ ഹംഫ്രി ഡേവി നോക്കാം. 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാമെന്ന് കണ്ടെത്തി. അപ്പോൾ സർ ഹംഫ്രി ഡേവിയുടെ പരീക്ഷണത്തിൽ എന്താണ് ഈ ജലം എന്ന് പറയുന്നത്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടാണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആരാണ്? ഹംഫ്രി ഡേവിയാണ്. അപ്പോൾ ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് വിഘടിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. 1806 അദ്ദേഹം അത് കണ്ടെത്തുന്നത്. അപ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന്, ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നില്ലേ ജലം ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഹെൻറി കാവൻഡിഷ് പറഞ്ഞത് അല്ലേ? ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്നാണ് ഹെൻറി കാവൻഡിഷ് പറഞ്ഞത്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുമെന്ന് പറഞ്ഞത് ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. അപ്പോൾ നമുക്ക് ജലത്തെ വിഘടിപ്പിക്കുമ്പോൾ ലഭിച്ച പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനാണ്. ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് വീണ്ടും വിഭജിക്കാനായിട്ട് പറ്റുമോ? നമുക്ക് നോക്കാം. ആറ്റം. അപ്പോൾ തന്മാത്ര എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ആറ്റാണ്. നമുക്ക് ആറ്റത്തെ വിഭജിക്കാനായിട്ട് കഴിയുമോ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥങ്ങളെ വിഭജിച്ചപ്പോൾ ലഭിച്ചു അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ, അതായത് ജലം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് അല്ലേ? H2O എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. അതിനെ വിഘടിച്ചപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? ഹൈഡ്രജനും ഓക്സിജനും ലഭിച്ചു അല്ലേ? ആ പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു തന്മാത്രകൾ എന്ന് വെച്ചാൽ എന്താണ്? പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ്. എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തന്മാത്രയാണ്. ഈ തന്മാത്രകൾ നമുക്ക് വീണ്ടും വിഭജിക്കാനായിട്ട് പറ്റുമോ? തന്മാത്രകളെ വീണ്ടും വിഭജിക്കാനായിട്ട് പറ്റും. അങ്ങനെ തന്മാത്രകളെ വിഭജിച്ചിട്ട് എന്ത് സംഭവിക്കും? ആറ്റങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ തന്മാത്രകളെ വിഭജിക്കുമ്പോൾ എന്താണ്? ആറ്റങ്ങൾ ലഭിക്കുന്നു. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആറ്റത്തെക്കുറിച്ച് എന്തൊക്കെ പറയാം? തന്മാത്ര എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, തന്മാത്ര എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതുമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഈ തന്മാത്രയെ നമുക്ക് വിഭജിക്കാൻ കഴിയും. എന്തായിട്ട് മാറ്റാനായിട്ട് പറ്റും? ആറ്റമായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഈ ആറ്റം എന്ന് പറയുന്ന തന്മാത്രകളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ആറ്റങ്ങൾ കൊണ്ടാണ് അല്ലേ? ആറ്റങ്ങൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. വിഭജിക്കാൻ കഴിയാത്ത എന്നർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. വിഭജിക്കാൻ കഴിയാത്ത, അതായത് ആറ്റമോസ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ഈ ആറ്റമോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റമോസ് എന്ന് വെച്ചാൽ എന്താണ്? വിഭജിക്കാൻ കഴിയാത്ത എന്നാണ് അർത്ഥം വരുന്നത്.
എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രിറ്റസ് മുന്നോട്ട് വെച്ചു. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് പറയുന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ഡെമോക്രിറ്റസ് ആണ്. ഡെമോക്രിറ്റസ് എന്താ പറഞ്ഞത്? എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഡെമോക്രിറ്റസ് ആണ്. ആറ്റത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പോൾ ആറ്റോമിക് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റോമിക് സിദ്ധാന്തം അവതരിപ്പിച്ചത്. എന്നാണ് 1807 ആറ്റോമിക് സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിക്കുന്നത്. ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിലൊന്നാണ്. ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജോൺ ഡാൾട്ടൺ ആണ് എന്ത് പറഞ്ഞത്? ആറ്റം സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം സിദ്ധാന്തം കൊണ്ടുവന്നത്. ആറ്റം സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയോ? ഇല്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ആറ്റം നിർമ്മിക്കുവാനും പറ്റില്ല, നശിപ്പിക്കുവാനും കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. ഒരു മൂലകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും എന്തായിരിക്കും? ഒരുപോലെ തന്നെയായിരിക്കും. ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം വ്യത്യാസമായിരിക്കും. വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും. അപ്പോൾ ആറ്റം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ആറ്റം സിദ്ധാന്തത്തിൽ പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റോമിക് സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഈ ആറ്റത്തെ രാസപ്രവർത്തന വേളയിൽ വിഭജിക്കാൻ കഴിയില്ല, നിർമ്മിക്കുവാൻ കഴിയില്ല, നശിപ്പിക്കുവാനും കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും. ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ 1 ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ 1 ആറ്റവും കൂടി ചേർന്നിട്ടാണ് ഒരു ജലതന്മാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? H2O ആണ്. H2O ആണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ H2O എന്ന് പറയുന്ന ജലതന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഇതിന് നമ്മൾ സമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിച്ചിരിക്കുക. H2ഉം ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് ജലം ഉണ്ടായത്. ഇതുപോലെ ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിച്ച് നോക്കിയേ. അമോണിയ എന്ന് പറയുന്ന തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? അമോണിയ എന്ന് പറയുമ്പോൾ എന്താണ്? NH3 ആണ് അല്ലേ? അമോണിയ എന്ന് പറയുമ്പോൾ എന്താണ്? NH3 ആണ്. അമോണിയ എന്ന് പറയുമ്പോൾ NH3 ആണ്. അതായത് ഇവിടെ നൈട്രജൻ എന്ന് പറയുന്നത് 1 ആറ്റമാണ്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആറ്റമാണ് അല്ലേ? അപ്പോൾ അമോണിയ എന്ന് പറയുന്ന തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? 4 ആറ്റങ്ങൾ ടോട്ടലി ഉണ്ട്. നൈട്രജൻ്റെ 1 ആറ്റമുണ്ട്, ഹൈഡ്രജൻ്റെ 3 ആറ്റങ്ങളുണ്ട്. ഇനി ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓക്സിജൻ ചെയ്താൽ O2 എന്നാണ്. അപ്പോൾ എത്രയാണ്? ഓക്സിജൻ്റെ 2 ആറ്റങ്ങളാണ് ഓക്സിജനിലുള്ളത്. ഇനി ക്ലോറിൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ആണ് ഇടുക, Cl2 എന്നാണ് ഇടുക. അപ്പോഴും ക്ലോറിന് 2 ആറ്റങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇനി മീഥെയിൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? CH4 അല്ലേ? മീഥെയിൻ, CH4 മീഥെയിൻ. അപ്പോൾ C എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റം ഉണ്ട്. HO ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? ഹൈഡ്രജൻ 4 ആറ്റങ്ങളാണ്. ഇനി ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ H2 എന്നാണ് എഴുതുക. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജന് 2 ആറ്റങ്ങളുണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ CO2 ആണ്. അപ്പോൾ കാർബൺ 1 എണ്ണമാണ്, ഓക്സിജൻ 2 എണ്ണമാണ് അല്ലേ? O2 2 എണ്ണമാണ്. അപ്പോൾ ഓക്സിജന് 2 ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോ തന്മാത്രയിലെ ആറ്റങ്ങളും നമ്മൾ പറഞ്ഞു.
പട്ടികയിൽ ഒരേ ഇനം മാറ്റങ്ങൾ മാത്രം അടങ്ങിയ തന്മാത്രകൾ ഏതെല്ലാമാണ്? നോക്കി ഒരേ ഇനം മാറ്റങ്ങൾ മാത്രമുള്ള ഏതാണ്? ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ? ഓക്സിജൻ ഉണ്ട്, ഓക്സിജനിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ, ക്ലോറിലാണെങ്കിൽ ക്ലോറിൻ ആറ്റം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിലോ ഹൈഡ്രജൻ ആറ്റം മാത്രമേ ഉള്ളൂ. അമോണിയയിലാണെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും ഉണ്ടായിരുന്നു. അതുപോലെ മീഥെയിലാണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഉണ്ടായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഓക്സിജനും ഉണ്ടായിരുന്നു. വ്യത്യസ്ത ഇനം മാറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, അതുപോലെ തന്നെ അമോണിയ ഒക്കെ എന്താണ്? മീഥെയിനൊക്കെ എന്താണ്? വ്യത്യസ്ത ഇനം മാറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകളാണ്. ഇനി എന്താണ് മൂലകങ്ങൾ എന്ന് വെച്ചാൽ ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. അപ്പോൾ മൂലകങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമാണ് ഉണ്ടായത് അല്ലേ? ഇപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ എന്താണ്? ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമാണുള്ളത് അല്ലേ? അതിൽ അപ്പോൾ നമുക്ക് എന്ന് പറയാം, അതൊക്കെ മൂലകങ്ങളാണെന്ന് പറയാം. ഇവയെ നമുക്ക് വിഘടിപ്പിച്ചിട്ട് ഇനി വീണ്ടും നമുക്ക് മാറ്റാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്സിജൻ നമുക്കിനി വിഘടിപ്പിച്ച് വേറെ എന്തെങ്കിലും പദാർത്ഥമാക്കി മാറ്റാം, ഏതെങ്കിലും ഒരു എലമെൻ്റായിട്ട് മാറ്റാനായിട്ട് പറ്റുമോ? ഇല്ല. ഘടകങ്ങളാക്കാനായിട്ട് കഴിയില്ല. ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളെയാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ നമുക്ക് എന്താക്കി മാറ്റാം? ഘടക മൂലകങ്ങളാക്കി മാറ്റാനായിട്ട് കഴിയും. ഇപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓക്സിജൻ എന്ന് പറയുമ്പോൾ എന്താണ്? മൂലകമാണോ സംയുക്തമാണോ? ഓക്സിജൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിജൻ മാത്രമുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കെന്ന് പറയാം ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? മൂലകമാണ്. ഓക്കെ, ഇനി സംയുക്തങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കി ജലം എന്ന് പറയുന്നത് എന്താണ്? ജലം എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഉണ്ട്, ജലത്തിൽ എന്തുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്താണ്? സംയുക്തമാണെന്ന് പറയാം. ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, അതിലധികം മാറ്റങ്ങളുണ്ട് അല്ലേ? ഇനി കറിയിപ്പ് എന്നാണെങ്കിലോ, കറിയിപ്പാണെന്നുണ്ടെങ്കിൽ NaCl ആണ് അല്ലേ? സോഡിയം ക്ലോറൈഡ് അല്ലേ? NaCl ആണ് കറിയിപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തുണ്ട്? സോഡിയം ക്ലോറിൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കെന്ന് പറയാം ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സംയുക്തമാണ് എന്ന് പറയാം. ഇനി പഞ്ചസാര എന്ന് പറയുമ്പോൾ എന്താണ്? പഞ്ചസാരയെ എന്താണ്? C11 H22O11 എന്നല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്? ഒരു സംയുക്തമാണ്. ഇനി കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ മാത്രമുള്ളൂ അല്ലേ? നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ മാത്രമേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോഴോ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ? കാർബൺ ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇനി അമോണിയ എന്ന് പറയുമ്പോൾ NH3 ആണ്. സോഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? നൈട്രജനും ഉണ്ട്, അതുപോലെ തന്നെ അമോണിയ എന്ന് പറയുമ്പോൾ H3 അല്ലേ? അതായത് ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ നമുക്ക് അമോണിയ എന്ന് പറയുന്ന ഒരു സംയുക്തമാണെന്ന് മനസ്സിലായി. ഈ മഗ്നീഷ്യം ഓക്സൈഡോ? മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഓക്സിജനും ഉണ്ട് അല്ലേ? അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സംയുക്തമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഒരേ ഇനം, അതായത് ഒരു എണ്ണം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൂലകം ഇപ്പോൾ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ, കാർബൺ എടുക്കുകയാണെങ്കിൽ കാർബൺ മാത്രമേ ഉള്ളൂ, നൈട്രജൻ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതിനെ എന്തെന്ന് പറയാം? മൂലകമാണെന്ന് പറയാം അല്ലേ? സംയുക്തങ്ങൾ വെച്ച് എന്താണ്? കുറേ ഉണ്ടായിരിക്കും, ഒന്നിലധികം ഉണ്ടായിരിക്കും. ഇപ്പോൾ ജലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് അവിടെ. NaCl സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NaCl ഉണ്ട്, സോഡിയം ക്ലോറിനും ഉണ്ട്. അതുപോലെ തന്നെ മീഥേൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, മീഥേൻ എടുക്കുകയാണെങ്കിൽ CH4 ആണ് അല്ലേ? കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അമോണിയ ആണെങ്കിലോ നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ നമുക്കെന്ത് പറയാം? അതൊക്കെ എന്താണ്? സംയുക്തങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി പ്രതീകങ്ങൾ നോക്കി ഇവിടെ കുറച്ച് പ്രതീകങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ കുറച്ച് സിമ്പിൾസ് ആണ് അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇല്ലേ? അതെന്താണ്? റുപ്പീസാണ്, ആശുപത്രിയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് നോക്കി അറിയാനായിട്ട് പറ്റും. ഇതുപോലെ ദൈനംദിന ആശയവിനിമയങ്ങൾക്കായി ചിത്രത്തിൽ നൽകിയ പോലുള്ള ധാരാളം ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമല്ലോ. ഇതുപോലെ എന്തിനായിരിക്കും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനാണ്? ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായി ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് നീട്ടി വലിച്ച് പറയാണ്ട് നമുക്ക് ചിഹ്നത്തിലൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം.
മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ചിഹ്നങ്ങൾ ആശയ സംവേദനം എളുപ്പമാക്കുന്നുണ്ട്. ചിഹ്നങ്ങൾ എന്താണ്? ആശയ സംവേദനം എളുപ്പമാക്കുന്നുണ്ട്. ഇതുപോലെ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെ നമുക്ക് എന്തെന്ന് പറയാം? പ്രതീകങ്ങൾ എന്ന് പറയാം. ഓക്കെ, പ്രതീകങ്ങൾ എന്ന് പറയാം. പ്രതീകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനായിട്ട് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചിഹ്നങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതീകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രതീകം എന്ന് പറയുന്നത് ഒരു മൂലകത്തിൻ്റെ ഒരു ആറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രതീകം എന്ന് പറയുന്നത് മൂലകത്തിൻ്റെ ഒരു ആറ്റത്തെയാണ് പ്രതീകം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഒരു മൂലകങ്ങളെ ഇങ്ങനെ പ്രതീക സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ബെർസീലിയസ് ആണ്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസീലിയസ് ആണ്. അതായത് നമുക്ക് കാർബൺ നമ്മൾ എന്താണ്? സി എന്നാണ് എഴുതുന്നുള്ളൂ അല്ലേ? ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ എച്ച് എന്ന് എഴുതുന്നു. അതാണ് അതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസീലിയസ് ആണ്. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ആരായിരുന്നു? ഹൈഡ്രജൻ എന്ന് പറയുന്നത് പല ഘടകങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് മനസ്സിലായത് അല്ലേ? പല ഘടകങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് വാട്ടർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ആരായിരുന്നു? ഹെൻറി കാവൻഡിഷ് ആണ്. അതുപോലെ തന്നെ ഹെൻറി കാവൻഡിഷ് തന്നെയാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് കേട്ടോ. അതുപോലെ തന്നെ ഹെൻറി പിന്നെ ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വൈദ്യുതി കടത്തിവിട്ടാൽ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുള്ളത് ആരായിരുന്നു? ഹൈഡ്രജൻ കടത്തിവിട്ടാൽ സർ ഹംഫ്രി ഡേവി ആയിരുന്നു. പിന്നെ നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞു? ജോൺ ഡാൾട്ടനെ കുറിച്ച് പറഞ്ഞു. ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തം എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? അത്രയും പേരല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബെർസീലിയസ് ആണ് പ്രതീകങ്ങൾ കൊണ്ടുവന്നത്. ഇനി പ്രതീകങ്ങൾ വന്ന വഴികൾ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എന്ന മൂലകത്തെ നമ്മൾ എച്ച് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തെ എന്താണ്? എച്ച് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതായത് മൂലകത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമല്ലേ? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ എച്ച് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് മൂലകത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ഇനി നോക്കി വേറെ നമുക്ക് മൂലകങ്ങൾ നോക്കാം. കാർബൺ ആണെന്നുണ്ടെങ്കിലോ, കാർബണിന് ഇംഗ്ലീഷ് പേര് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാം? കാർബൺ എന്നല്ലേ എഴുതാം. ഇതിലെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുമ്പോൾ ഇതാണ് സി ആണ്. അപ്പോൾ കാർബൺ എന്ന് പറയുമ്പോൾ സി എന്നത് കൊണ്ട് സൂചിപ്പിച്ചു. ഇനി നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നൈട്രജൻ എന്ന് എഴുതും അല്ലേ? നോക്കിയോക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എന്താണ്? എൻ ആണ്. അപ്പോൾ എൻ ആണ് അവിടുത്തെ പ്രതീകം എന്ന് പറയുന്നത്. നൈട്രജൻ്റെ പ്രതീകം എന്താണ്? എൻ ആണ്. ഇനി സൾഫർ ആണെങ്കിൽ നമ്മൾ എസ് എന്ന് എഴുതും അല്ലേ? ക്യാപിറ്റൽ സൾഫർ എന്ന് പറയുമ്പോൾ അല്ലേ എസ് അല്ലേ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ എസ് ആണ് പ്രതീകം എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ നമ്മൾ എങ്ങനെയല്ലേ എഴുതാം? ഓക്സിജൻ ഇതിൽ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഓ ആണ്. അപ്പോൾ ഓ ആണ് ഇവിടുത്തെ പ്രതീകം എന്ന് പറയുന്നത്. ഹീലിയം എന്ന മൂലകത്തെ സൂചിപ്പിക്കുന്നതിന് HE പ്രതീകമായി ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യ അക്ഷരം മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടായിരിക്കും? ഹീലിയം എന്ന് പറയുന്നത് നമ്മൾ ഹീലിയത്തിൻ്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത് HE എന്നാണ് അല്ലേ? HE എന്നാണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ അക്ഷരം മാത്രമാണ് അല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? പ്രതീകങ്ങൾ എഴുതുമ്പോൾ ഏതാണ് ഇംഗ്ലീഷിൽ ഏതാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ലെറ്റർ ഏതാണോ അതാണ് നമ്മൾ പ്രതീകമായിട്ട് എടുക്കുന്നത്. പക്ഷേ ഹീലിയത്തിൻ്റെ കേസിലെടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? HE രണ്ടക്ഷരം എഴുതിയില്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും? കാരണം എന്തായിരിക്കും? H എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ H എന്ന് മാത്രം എഴുതിയെന്ന് വിചാരിക്കൂ. ഹീലിയത്തിന് നമ്മൾ H എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കൂ. ഈ H എന്ന് പറയുന്ന ഒരു മൂലകം നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത്? ഹൈഡ്രജൻ ആണെന്നല്ലേ? അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിനാലാണ് Hൻ്റെ ഒപ്പം നമുക്ക് HE എന്നും കൂടി എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യ അക്ഷരത്തോടൊപ്പം മറ്റൊരു അക്ഷരം കൂടി ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കാറുണ്ട്. രണ്ടക്ഷരങ്ങളുള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കും? രണ്ടക്ഷരമുള്ളത് നോക്കിയാൽ അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? AL എന്നാണ് അല്ലേ? AL ആദ്യത്തെ രണ്ടക്ഷരമാണ് ഉപയോഗിച്ചത്. ക്ലോറിൻ ആണെങ്കിൽ CL ആണല്ലേ? CL ആണ്. കാരണം എന്താണ്? C എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ CL ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് ക്ലോറിൻ ആണ്. ഇനി ക്യൂറിയം ആണെന്നുണ്ടെങ്കിൽ CU ആണ് ഉപയോഗിക്കുന്നത്. CU അല്ല കേട്ടോ, ക്യൂറിയം ആണെങ്കിൽ CM ആണ്. നമുക്കറിയാം CU ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ CU എന്ന് പറയുന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ CU എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ ആണല്ലേ? CU എന്ന്
പറയുന്നത് കോപ്പറാണ്. ഓൾറെഡി നമ്മൾ പേരിട്ട് കഴിഞ്ഞതാണ്. അതിനാൽ അത് കഴിഞ്ഞ് കണ്ടുപിടിച്ചതിനൊക്കെ നമ്മൾ എന്താണ് വേറെ പേരുകളാണ് ഇടേണ്ടത്. അപ്പോൾ ക്യൂറിയത്തിന് നമ്മൾ എന്തിട്ടു? CM എന്നിട്ടു, CM എന്നിട്ടു. ഇനി കാൽസ്യം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? CA എന്നിട്ടു. CA ആണ് കാൽസ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2 അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലായി ഏതൊക്കെയാണ്? അലുമിനിയം, ക്ലോറിൻ, ക്യൂറിയം, കാൽസ്യം. ഇവിടെ ക്യൂറിയം എന്ന് നോക്കി വയ്ക്കുക. ക്യൂറിയം എന്ന് പറയുമ്പോൾ CM ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഇംഗ്ലീഷ് പേരിലെ ആദ്യ അക്ഷരത്തോടൊപ്പം രണ്ടാമത്തെ അക്ഷരമോ മറ്റേതെങ്കിലും പ്രധാന അക്ഷരമോ ചെറിയ അക്ഷരത്തിൽ എഴുതുന്നു. അല്ലേ, 2 അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ അപ്പുറത്തെ അക്ഷരം എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അക്ഷരം നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. ചില മൂലകങ്ങൾക്ക് അവയുടെ ലാറ്റിൻ പേരിൽ നിന്നാണ് പ്രതീകങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സോഡിയത്തിൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്തും? സോഡിയം എന്നെഴുതോ? ഇല്ല. സോഡിയത്തിൻ്റെ ലാറ്റിൻ പേര് എന്ന് പറയുന്നത്, അതായത് സോഡിയം ഇങ്ങനെ എഴുതും, പക്ഷേ നമ്മൾ ഇപ്പോൾ സോഡിയത്തിന് സോഡിയം എഴുതിയെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് S അല്ലേ വരേണ്ടത്. പക്ഷേ നമ്മളോട് ഉപയോഗിക്കുന്നതാണ് സോഡിയത്തിൻ്റെ ലാറ്റിൻ പേര് എന്ന് പറയുന്നത് നാട്രിയം എന്നാണ്. നാട്രിയം എന്നാണ്. അതായത് ഇവിടുത്തെ പ്രതീകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? Na എന്നാണ്. Na എന്നാണ്. ഓക്കെ, ഇനി പൊട്ടാസ്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാസ്യം എഴുതിയിട്ട് P എഴുതോ? ഇല്ല. കാരണം എന്താണ്? പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ പേര് എന്താണ്? കാലിയം എന്നാണ്. കാലിയം എന്നാണ്. അപ്പോൾ കാലിയത്തിന് നമ്മൾ എന്താ? അപ്പോൾ പൊട്ടാസ്യത്തിന് നമ്മൾ എന്ത് ചെയ്താൽ? K എന്നാണ് എഴുതാ. K എന്നാണ് എഴുതാ. ഇനി ഇരുമ്പാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫെറം എന്നാണ് അല്ലേ. ഫെറം ആണ്. ഇരുമ്പെന്ന് വെച്ചാൽ എന്താണ്? ഫെറം ആണ്. ഇപ്പോൾ നമ്മൾ ഇരുമ്പിന് നമ്മൾ എന്ന് നെയ്തോ? I നെയ്തോ? ഇല്ല. അല്ല, F എന്നല്ല എഴുതാം. FE എന്നാണ് എഴുതുക. അപ്പോൾ ഫെറം FE എന്നാണ് എഴുതുക. ഇനി സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണത്തിന് ഓറം. സ്വർണ്ണം വെച്ചതാണ് ഓറം എന്നാണ് കേട്ടോ. ഓറം ലാറ്റിൻ പേര്. നോക്കി, സ്വർണ്ണത്തിന് നമ്മൾ ഗോൾഡ് എന്ന് വെച്ചാൽ ജീന്ന് ചെയ്തോ? ഇല്ല. ഓറം എന്ന ലാറ്റിൻ പേരാണുള്ളത്. അപ്പോൾ നമുക്ക് AU എന്ന് പറയുന്ന പ്രതീകമാണ് അവിടെ ഉപയോഗിക്കുന്നത്. പഠിച്ചിരിക്കണം. സ്വർണ്ണം എന്ന് പറയുന്നത് എന്താണ്? AU ആണ്. AG ആണെങ്കിൽ എന്താണ്? സിൽവർ ആണ് അല്ലേ. AG ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സിൽവർ ആണ്. AG ആണെങ്കിൽ സിൽവർ ആണ്. ഇനി കോപ്പർ നമ്മൾ പറഞ്ഞു കുപ്രം എന്നാണ് എഴുതാം കേട്ടോ. കോപ്പർ നമ്മൾ എന്തെന്ന് എഴുതാം? കുപ്രം. ഓക്കെ, അപ്പോൾ കോപ്പറിന് എന്ത് എഴുതാം? കുപ്രം എന്നാണ് എഴുതുക. കുപ്രം എന്നാണ് എഴുതുക. അപ്പോൾ CU ആണ് ഇവിടെ എഴുതിയില്ലേ. CU ആണ് എഴുതിയത്. ഇനി സിൽവർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സിൽവറിന് നമ്മൾ എന്താ പറയാം? സിൽവർ ആണെന്നുണ്ടെങ്കിൽ അർജൻറ്റീനം അല്ലേ. അർജൻറ്റീനമാണ്. അർജൻറ്റീനം. അപ്പോൾ AG എന്നാണ് എഴുതുക. അർജനം എന്ന് എഴുതുമ്പോൾ പ്രതീകം എന്നാണ് AG എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ലാറ്റിൻ പേരിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ് അല്ലേ. സോഡിയം ആണെങ്കിൽ നേട്രിയം ആണ്. പൊട്ടാസ്യം ആണെങ്കിൽ കാലിയമാണ്. കാരണം K എന്ന് എഴുതി അല്ലേ. ഇനി ഇരുമ്പാണെന്നുണ്ടെങ്കിൽ ഫെറമാണ്. FE എന്ന് എഴുതി. സ്വർണ്ണമാണെങ്കിൽ ഓറമാണ്. AU എന്ന് എഴുതി. കോപ്പർ ആണെങ്കിൽ കുപ്രമാണ്. CU എന്ന് എഴുതി. ഇനി മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ. എങ്ങനെയാണ് പേരുകൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫ്രാൻസിയം, ഐൻസ്റ്റീനിയം എന്നീ മൂലകങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എന്താലോചിക്കാം? ഫ്രാൻസിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടെന്ന് നമുക്കറിയാം. ഇനി ഐൻസ്റ്റീനിയം ആണെങ്കിലോ? ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടാളും പേര് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നല്ലോ. ഇതുപോലെ രാജ്യം, ശാസ്ത്രജ്ഞൻ എന്നിവ മാത്രമല്ല നിറം, ഗ്രഹം, ഉപഗ്രഹം, വൻകര തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മൂലകങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട്. നിറം, ഗ്രഹം, ഉപഗ്രഹം, വൻകര എന്നിങ്ങനെയൊക്കെ ഇട്ടിട്ട് പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രജ്ഞരുടെ പേര് നൽകിയിട്ടുണ്ട്, സ്ഥലത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്, നിറത്തിൻ്റെ പേര്, ഗ്രഹത്തിൻ്റെ പേരൊക്കെ നൽകിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ക്രോമിയം, ഇറിഡിയം, നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂണിയം എന്താണ്? ഗ്രഹമാണ് അല്ലേ. ക്രോമിയം, ഇറിഡിയം, നെപ്റ്റ്യൂണിയം ഒക്കെ അങ്ങനെ വന്ന പേരുകളാണ്. ക്യൂറിയം നമ്മൾ പറഞ്ഞല്ലോ, മേരി ക്യൂറിയുടെ അല്ലേ. മേരി ക്യൂറിയുടെ ബഹുമാനാർത്ഥമാണ് ക്യൂറിയം എന്ന് പറയുന്ന പേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി മൂലകങ്ങളുടെ വർഗീകരണം. ലൈബ്രറിയിൽ പുസ്തകങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നോക്കിയേ, കണ്ടോ? ഇതുപോലെ ലേഖനങ്ങൾ, കവിതകൾ, കഥകൾ, നോവലുകൾ തുടങ്ങിയവ ഇനം തിരിച്ചതുകൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണ്? നമുക്ക് കറക്റ്റായിട്ട് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ മൂലകങ്ങളെയും വർഗീകരിച്ചിട്ടുണ്ട്. ഇതുവരെ എത്ര മൂലകങ്ങളാണ്? അതായത് ടോട്ടൽ എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങളാണ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മൂലകങ്ങൾ എത്രയാണ്? 118 മൂലകങ്ങളാണ്. അതിൽ പ്രകൃതിദത്തവും ഉണ്ട്, മനുഷ്യനിർമ്മിതവുമായ മൂലകങ്ങളും ഉണ്ട്. പ്രകൃതിദത്തമായ മൂലകങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതവുമായ മൂലകങ്ങളുണ്ട്. ഇതുപോലെ ഓരോ മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പ്രത്യേകമായി പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അതിനാൽ തന്നെ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയാൽ അത് പഠനം എളുപ്പമാക്കും. അതായത് നമ്മൾ കുറേ ബുക്സ് ഇപ്പോൾ നമ്മൾ ഷെൽഫിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു നോവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് വേണം. നേരെ മറിച്ച് നമ്മൾ ഇതിന് കറക്റ്റ് ചിട്ടയായിട്ട് ഇത് നോവലാണ്, ഇത് കഥയാണ്, ഇത് കവിതയാണെന്ന് പറയുന്ന ഒരു ഇങ്ങനെ വർഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നോവൽ കറക്റ്റായിട്ട് എടുക്കാനായിട്ട്
മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ലേ? അതുപോലെയാണ് മൂലകങ്ങളെയും സമാന ഗുണങ്ങളുള്ളതായിട്ട് ഓരോ മൂലകങ്ങളെയും നമ്മൾ വർഗീകരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം വർഗീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മൂലകങ്ങളെയെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയാണ് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. മൂലകങ്ങളെയെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയാണെന്ന് പറയുന്നത് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നോക്കിയേ, ഇതാണ് പീരിയോഡിക് ടേബിൾ. നമുക്ക് സൈഡിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ഹൈഡ്രജൻ നോക്കിയാൽ ഇതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ഹീലിയം എന്ന് പറയുന്നത്. ഇവിടെ നോക്കി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അല്ലേ, 18 ഗ്രൂപ്പുകളുണ്ട് അല്ലേ. നോക്കിയേ, ഇങ്ങനെ ഇവയിലെങ്ങനെ എഴുതിയിട്ടില്ലേ, ഇങ്ങനെ ഓരോ കള്ളികളുണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കി 1 2 3 4 ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ 18 ഗ്രൂപ്പ് മൂലകങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി പീരിയഡുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ ഇങ്ങനെ സമാന്തരമായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ എത്ര പീരീഡ് ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 അല്ലേ, 9 അല്ലേ. പിന്നെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇവിടെ വാതകങ്ങളും ദ്രാവകങ്ങളും കൃത്രിമ മൂലകങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ മൂലകങ്ങളിലും നോക്കിയാൽ ഹൈഡ്രജൻ H എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. മോളിലാണെന്നുണ്ടെങ്കിൽ എന്താണ് മോളിത്തെ നമ്പർ എപ്പോഴും എന്താണ് മാസ് നമ്പർ ആയിരിക്കും. മടീത്തി ആണെങ്കിൽ അത് അറ്റോമിക് നമ്പർ ആയിരിക്കും കേട്ടോ. പിന്നെ നോക്കി ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട്. നോക്കി ലിഥിയം ആണെന്നുണ്ടെങ്കിൽ 2 1 എഴുതിയിട്ടുണ്ട്. ബെറിലിയം ആണെങ്കിൽ 2 2 ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ കറക്റ്റായിട്ട്, അതാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആവർത്തന പട്ടികയെക്കുറിച്ച് പറയാനുള്ളത്. ആവർത്തന പട്ടികയിൽ അവസാനം ഉൾപ്പെടുത്തിയ മൂലകങ്ങൾ ഏതെല്ലാമാണ് നോക്കി. അവസാനം ഉൾപ്പെടുത്തിയത് 2 കോളം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അവസാനം ഉൾപ്പെടുത്തിയ മൂലകങ്ങളൊക്കെയാണ് അതിലെഴുതിയിട്ടുള്ളത്. മൂലകങ്ങൾ വിവിധ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൽ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും മാരകാവസ്ഥയിലും കാണപ്പെടുന്ന മൂലകങ്ങൾ കണ്ടെത്തൂ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഈ ഒരു ഈ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് ഒരു ഖരം ആയിട്ടുള്ള ഒരു മൂലകം എഴുതിയ, അതുപോലെ തന്നെ ഒരു ദ്രാവകാവസ്ഥയിലുള്ളൊരു മൂലകം എഴുതുക, അതുപോലെ തന്നെ എന്താണ് വാതകാവസ്ഥയിലുള്ള മൂലകം എഴുതുക. ഒന്ന് കമൻറ്റ് ഇട്ട് കേട്ടോ. ഓക്കെ, പിന്നെ മനുഷ്യനിർമ്മിത മൂലകങ്ങളും കൃത്രിമ മൂലകങ്ങളും ആവർത്തന പട്ടികയിലുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നോക്കാം. മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ. നിരവധി ശാസ്ത്രജ്ഞരുടെ ശ്രമഫലമായാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടികയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മൂലക വർഗീകരണത്തിന് ആദ്യകാലത്ത് വിവിധ ശാസ്ത്രജ്ഞരുടെ സംഭാവനകൾ ശ്രദ്ധിക്കൂ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ആദ്യകാലം എങ്ങനെയാണ് വർഗീകരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആവർത്തന പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ അതായത് ഇങ്ങനെ വർഗീകരണം വരുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരും വർഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുടെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്ന ആരാണ്? ലവോസിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ലാവോസിയ ആരാണ്? ലവോസിയ മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് ലവോസിയ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. അപ്പോൾ ലവോസിയാണ് എന്താ ചെയ്തിട്ടുള്ളത്? ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചത് ആരാണ്? ലവോസിയാണ് അലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചത്. ഇനി ഡോബറൈനർ ഉണ്ടല്ലോ. ഡോബറൈനറിന് എന്താണ്? ത്രികങ്ങളാണ് അല്ലേ. ഡോബറൈനർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ച് നോക്കിയേ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവരൊക്കെ ഒരേ സ്വഭാവമാണ്. അപ്പോൾ ഇങ്ങനെ 3 ഇതായിട്ടാണ് ഇവിടെ തിരിക്കുന്നത് കേട്ടോ. അതിനെയാണ് ത്രികങ്ങൾ എന്ന് പറയുന്നത്. ആരാണ്? ഡോബറൈനറാണ്. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിൻ്റെ ആറ്റോമിക് മാസ് മറ്റു 2 മൂലകങ്ങളുടെ ആറ്റോമിക് മാസിൻ്റെ ഏകദേശ ശരാശരിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അതായത് ഇവിടെ 23 ഇവിടുത്തെ നടുക്കുള്ളത് അല്ലേ. അത് 7 + 39/2 ആണെന്ന് ഏകദേശം അങ്ങനെയൊക്കെ ഈ ഒരു നടുക്കുള്ള 23 വരുമെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഏതാനും മൂലകങ്ങളെ മാത്രമാണ് ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, ഇങ്ങനെ 3 മൂലകങ്ങൾ സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ എഴുതുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും മൂലകങ്ങളുടെ ശരാശരിയാണ് മധ്യത്തിൽ വരുന്ന മൂലകത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹം. പക്ഷേ എല്ലാ മൂലകങ്ങളും അങ്ങനെ കറക്റ്റായിട്ട് എഴുതാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പോൾ അതെന്തായി, ഈ ഒരു വർഗീകരണം എന്ന് പറയുന്നത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡോബറൈനർ എന്താണ്? ത്രികങ്ങളാണ്. അത് പഠിച്ചിരിക്കുക. ഡോബറൈനർ എന്താണ്? ത്രികങ്ങളാണ്. ത്രികങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹം ഗ്രൂപ്പുകളെ തിരിച്ചിട്ടുണ്ടായിരുന്നത്.
ന്യൂലാൻഡ്സ് ആണെങ്കിൽ അഷ്ടക നിയമമാണ്. മൂലകങ്ങളെ ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് ന്യൂലാൻഡ്സ് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. അതായത് അദ്ദേഹം ഇങ്ങനെ മൂലകങ്ങളെ വർഗീകരിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ 8 വരെയുള്ള മൂലകങ്ങൾ നോക്കിയപ്പോൾ എട്ടാമത് വരുന്ന ഈ മൂലകം എന്ന് പറയുന്നത് 7 കഴിഞ്ഞ് എട്ടാമത് വരുന്ന മൂലകം എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആദ്യത്തെ മൂലകത്തിന് സെയിം ആണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിനാൽ തന്നെ അദ്ദേഹം എന്താണ് അഷ്ടക നിയമം എന്നാണ് അദ്ദേഹത്തിൻ്റെ വർഗീകരണത്തിൻ്റെ പേര് വന്നത്. അത് ഇപ്പം നോക്കിക്കേ, സരി ഗമ പദ നീ കഴിഞ്ഞ എന്താണ് സ വീണ്ടും ആവർത്തിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെയാണ് മൂലകങ്ങൾ വരുന്നതെന്ന് അദ്ദേഹം കണ്ടെത്താണ്. ഈ വർഗീകരണം അഷ്ടക നിയമം എന്നാണ് അറിയപ്പെട്ടത്. കൂടുതൽ മൂലകങ്ങൾ കണ്ടെത്തിയതോടെ എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിൽ ക്രമീകരിക്കാനാവില്ല എന്ന് മനസ്സിലായി. കൂടുതൽ മൂലകങ്ങൾ കണ്ടെത്തിയപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് ഇതൊന്നും ഇങ്ങനെയൊന്നും ക്രമീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിനൊക്കെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കുന്നത് 2, 3, 4, 5, 6, 7. ഇനി നെക്സ്റ്റ് എട്ടാമത്തെ മൂലകത്തിന് എന്താണ് ഈ ആദ്യത്തേതിൻ്റെ അതേ സ്വഭാവമാണെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ 63 മൂലകങ്ങളാണ് അന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. അതായത് അദ്ദേഹം ചെയ്തത് ആറ്റോമിക് മാസ് നോക്കിയിട്ടാണ്. ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് പട്ടിക തയ്യാറാക്കിയത്. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഇതിനിടയിൽ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. സ്വഭാവം അദ്ദേഹം ആറ്റോമിക് മാസ് മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ് മാസ് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആറ്റങ്ങൾ അതിസൂക്ഷ്മങ്ങളായ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണെന്ന് ആദ്യകാലത്ത് കരുതിപ്പോന്നു അല്ലേ. അതായത് ആറ്റങ്ങൾ ഇനി വിഭജിക്കാനൊന്നും കഴിയില്ല എന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അതായത് ജോൺ ഡാൾട്ടൻ്റെ അല്ലെ ആറ്റോമിക് സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട് ആറ്റത്തെ വിഭജിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആറ്റത്തെ നമുക്ക് വിഭജിക്കാനായിട്ട് കഴിയുമെന്ന് പിന്നീട് കണ്ടെത്തി. അങ്ങനെയൊക്കെയാണ് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ എന്ന് പറയുന്ന ചെറുകണങ്ങളാൽ നിർമ്മിതമാണ് ആറ്റം എന്ന് കണ്ടെത്തി. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ടെന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ആറ്റത്തിന് എന്താണ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ ഒക്കെ എന്താണ് ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് എന്നും കണ്ടെത്തി. വളരെ വലിപ്പം കുറഞ്ഞ ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. അതായത് ഇതാണ് നമ്മളുടെ ആറ്റം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് എന്താണ് ഇതിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് എന്ന് മനസ്സിലായി. ഇലക്ട്രോണുകൾ എന്താണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും, ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പ്രോട്ടോണുകളുടെ ചാർജ് എന്താണ് പോസിറ്റീവാണ്. പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ് നെഗറ്റീവാണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ന്യൂട്രോണിന് എന്തില്ല, ചാർജ് ഇല്ല. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിനെ ആറ്റോമിക് നമ്പറായി പരിഗണിക്കുന്നു. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ആറ്റോമിക് നമ്പറായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതായത് അതുകൊണ്ട് പറഞ്ഞിട്ട് പറയാം. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയും. പ്രോട്ടോണിൻ്റെ എണ്ണം മാത്രമാണെങ്കിൽ അതിനെ ആറ്റോമിക് നമ്പർ ആണെന്ന് പറയാം. അതായത് പ്രോട്ടോണിൻ്റെ നമ്പർ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്രോട്ടോണിൻ്റെയും അത് ന്യൂട്രോണിൻ്റെയും എണ്ണം പ്ലസ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടാണെങ്കിൽ നമുക്ക് ആ മൂലകത്തിൻ്റെ മാസ് നമ്പർ കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ പറഞ്ഞു പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്. അതുപോലെ തന്നെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ആറ്റത്തിന് തുല്യമാണെന്നും പറയും. എന്താണ് പറഞ്ഞത്? അതായത് ആദ്യം നമുക്ക് ആറ്റങ്ങളെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതാണ് നമ്മളുടെ ആറ്റം എന്നുണ്ടെങ്കിൽ ഈ ആറ്റത്തിന് എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇതാണ് ആറ്റം എന്നുണ്ടെങ്കിൽ ഈ ആറ്റത്തിന് എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, അതായത് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, പ്രോട്ടോണും പ്രോട്ടോണും. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, പ്രോട്ടോൺ ഉള്ളതും അതുപോലെ തന്നെ ന്യൂട്രോണും ഉള്ളത്, പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്.
പ്രോട്ടോൺ ന്യൂട്രോൺ എന്നാണ് ഈ ഒരു ന്യൂക്ലിയസിനുള്ളിലാണുള്ളത്. ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസിന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു പാത ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് പുറത്തുള്ളതാണ്. ന്യൂക്ലിയസിനുള്ളിൽ എന്താണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് ഇല്ലേ? ക്ലിയർ ആയല്ലോ. ഈ പ്രോട്ടോണിൻ്റെ എണ്ണം ഉണ്ടല്ലോ, ഈ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നതും എന്താണ്? പ്രോട്ടോൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം നമുക്ക് എന്ത് പറയാം? പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് തുല്യമാണ്. അതുപോലെ തന്നെ എന്താണ്? ആറ്റോമിക് നമ്പറിനും തുല്യമാണ് എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ നമുക്ക് പഠിച്ചിരിക്കുന്നത് നമുക്കൊരു എലമെൻ്റ്, ഒരു മൂലകം തന്നിട്ട് നമുക്കതിന് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കാണാനായിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിച്ചിരിക്കുന്ന തിയറിയാണ് അത്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? അത് തന്നെയാണ് ഇലക്ട്രോൺ അല്ലത്, അത് തന്നെയാണ് ആറ്റോമിക് നമ്പർ. അല്ലെങ്കിൽ ഇലക്ട്രോൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രോട്ടോണാണ് അതിൻ്റെ നമ്പർ, പ്രോട്ടോൺ തന്നെയാണ്, അതായത് ഇലക്ട്രോൺ നമ്പർ തന്നെയാണ് പ്രോട്ടോൺ നമ്പർ എന്നും അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെയിം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഈ മൂന്നെണ്ണം എന്താണ്? ഈക്വലാണ്. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച് നമുക്കെല്ലാം കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രോട്ടോണും ന്യൂട്രോണും ഇല്ലേ? നമ്മൾ പറഞ്ഞില്ലേ പ്രോട്ടോണും ന്യൂട്രോണും എന്താണ്? ന്യൂക്ലിയസിനുള്ളിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണും അതുപോലെ തന്നെ ന്യൂട്രോണും തമ്മിലുള്ളതാണ്. അല്ലെങ്കിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? മാസ് നമ്പർ കിട്ടും എന്ന് മനസ്സിലായി. അതാണ് ഈ ഒരു കോളത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രോട്ടോണിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. PP പോസിറ്റീവ് ചാർജാണ്. ആണെങ്കിൽ നെഗറ്റീവ് ചാർജാണ്. ന്യൂട്രോൺ ആണെങ്കിൽ ന്യൂട്രലാണ്, അതായത് എന്താ? ചാർജ് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി മെൻഡലീഫിൻ്റെ ആവർത്തന നിയമം. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് ആര് പറഞ്ഞത്? മെൻഡലീഫ് പറഞ്ഞു കേട്ടോ. മെൻഡലീഫിൻ്റെ കാര്യമാണ് പറയുന്നത്. മെൻഡലീഫ് എന്നാണ് പറയുന്നത് മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞു. മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടിക നമുക്ക് തന്നിട്ടുണ്ട്, താഴെ തന്നിട്ടുണ്ട്, നോക്കി. ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിലങ്ങനെയുള്ളതിന് നമുക്കിന്ന് പറയാം പിരീഡുകൾ എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെ വിലങ്ങനെയുള്ളതാണ് പിരീഡുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കുത്തനെയുള്ള കോളങ്ങളെയാണെന്ന് പറയുന്നത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വിലങ്ങനെയുള്ള നിരകളെ പിരീഡുകളെന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കാം. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസസ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പിലുള്ളത്, അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രൂപ്പിലുള്ള മൂലകം എന്താണ്? സെയിം സ്വഭാവങ്ങൾ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടിക പറഞ്ഞത്. അപ്പോൾ മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിലെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് അല്ലേ? ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ നോക്കി അറിയപ്പെടാത്ത, ഇവിടെ നോക്കി ഓരോ മൂലകത്തിന് വേണ്ടിയിട്ടും ആദ്യം ഭാവി കണ്ടിട്ടില്ലേ? ഒരു മൂലകത്തിന് വേണ്ടിയിട്ടൊക്കെ അവിടെ കോളങ്ങൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മൂലകത്തിൻ്റെ സ്വഭാവം ഏകദേശം എന്തായിരിക്കും എന്ന് അദ്ദേഹം അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി. അദ്ദേഹം എന്ത് ചെയ്തു? സമാന ഗുണം, അതായത് ഒരേ ഗുണമുള്ളതിനെയാണ് ഓരോ ഗ്രൂപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമായില്ലേ? ഓരോ മൂലകങ്ങളെയും സംയുക്തങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് എളുപ്പമായി. ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവാണ് പറയുന്നത്. ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് അദ്ദേഹം ഈ ഗ്രൂപ്പുകളൊക്കെ ഗ്രൂപ്പുകളും പീരീഡുകളൊക്കെ ആക്കിയെന്ന് പറഞ്ഞു. പക്ഷേ എല്ലായിടത്തും ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമം പാലിക്കപ്പെടുന്നില്ല. അതായത് ഹൈഡ്രജന് ഒരു കൃത്യമായ സ്ഥാനം അദ്ദേഹം നൽകിയില്ല. ഹൈഡ്രജന് എന്താണ്? കൃത്യമായ സ്ഥാനം നൽകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഹൈഡ്രജന് നോക്കിയൊക്കെ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജന് അപ്പോൾ ഹൈഡ്രജൻ്റെ സ്വഭാവമല്ല ലിഥിയത്തിനുള്ളത് അല്ലേ? അപ്പോൾ ഹൈഡ്രജന് ഒരു സ്ഥാനം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അതുപോലെ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഈ ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരേ ഗുണങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിലാക്കാനാണ്. പക്ഷേ അങ്ങനെയൊന്നും വന്നില്ല. അതായത് ചില മൂലകങ്ങൾക്കൊന്നും ഒരേ ഗുണമുള്ളതല്ല വന്നിട്ടുള്ളത്. അപ്പോൾ 2 നെഗറ്റീവ് നമ്മൾ പറഞ്ഞു അല്ലേ? ഹൈഡ്രജന് സ്ഥാനം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഒരേ ഗുണങ്ങളിലുള്ള മൂലകങ്ങൾ മാത്രമല്ല അതിലുള്ളതെന്നും അദ്ദേഹം കണ്ടെത്തി.
മെൻഡലീഫ് 1869 ആവർത്തന പട്ടിക രൂപീകരിച്ചപ്പോൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ആവർത്തന പട്ടിക രൂപീകരിക്കുന്നത് 1869 അപ്പോൾ അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് അറിയില്ല, അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ മൗലിക കണത്തെക്കുറിച്ച് അറിയോ ഇല്ല, അതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല. പിന്നീട് പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഹെൻറി മോസ്ലി കണ്ടെത്തി. ഓക്കെ, അപ്പോൾ മോസ്ലി കണ്ടെത്താണ്. ഹെൻറി മോസ്ലി എന്താണ് കണ്ടെത്തുന്നത്? എന്താണ് ഹെൻറി മോസ്ലി കണ്ടെത്തിയത്? ആറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗുണങ്ങളെല്ലാം ഉള്ളത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതിനനുസരിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടിക. ഓക്കെ, അപ്പോൾ ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മെൻഡലീഫാണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഹെൻറി മോസ്ലിയാണ്. ഇനി ഞാൻ പറഞ്ഞത് മെൻഡലീഫ് ആണെന്നുണ്ടെങ്കിൽ ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗ്ഗങ്ങളെ ക്രമീകരിച്ചത് അല്ലേ? ആറ്റോമിക് മാസിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലീഫ് രൂപീകരിച്ചു. ശരിയാണോ? ശരിയാണ്. ഇനി എന്താണ്? ഹെൻറി മോസ്ലി എങ്ങനെയാണ്? ആറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ആ ഒരു ആവർത്തന പട്ടികയാണ് ഇന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയുന്ന ആരാണ്? ഹെൻറി മോസ്ലിയാണ്. അപ്പോൾ രണ്ടാളെ മനസ്സിലായല്ലോ. മെൻഡലീഫ് ആറ്റോമിക് മാസ് ആയിരുന്നു. ആരാണ്? ഹെൻറി മോസ്ലി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആറ്റോമിക് നമ്പറാണ്. തന്മാത്രകളുടെ രാസസൂത്രം. മൂലകങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സോഡിയം ആണെന്നുണ്ടെങ്കിലും പൊട്ടാസ്യം ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു പ്രതീകങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചത്? NK എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ? ഇങ്ങനെ N എന്ന് എഴുതിയാൽ അത് നൈട്രജനെയും നൈട്രജൻ്റെ ഒരു ആറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ജസ്റ്റ് N എന്ന് മാത്രം എഴുതാണെങ്കിൽ അത് നൈട്രജൻ്റെ ഒരു ആറ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കിയൊക്കെ 2N അല്ലെങ്കിൽ N2 എന്ന് എഴുതിയാൽ എന്തായിരിക്കും വ്യത്യാസം? 2N എന്ന് എഴുതിയാൽ രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെയാണ് 2N എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി N2 ആണെങ്കിലോ, Nൻ്റെ അടിയിൽ 2 ഇടാണെങ്കിൽ രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 2N എന്ന് എഴുതാണെന്നുണ്ടെങ്കിൽ ഇത് നൈട്രജൻ ആറ്റമാണ് അല്ലേ? നൈട്രജൻ ആറ്റമാണ്, സ്വതന്ത്ര നൈട്രജൻ ആറ്റമാണ്, രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റമാണ്. ഇനി N2 ആണെന്നുണ്ടെങ്കിലോ, N2 ആണെന്നുണ്ടെങ്കിൽ രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായ നൈട്രജൻ തന്മാത്രയാണ്. അപ്പം N2 എന്ന് വെച്ചാൽ എന്താണ്? തന്മാത്രയാണ്. അതായത് N2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? N+N എന്ന് എഴുതാം അല്ലേ? N+N എന്ന് പറയുമ്പോൾ രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു തന്മാത്രയാണ്, അല്ലെങ്കിൽ നൈട്രജൻ തന്മാത്രയാണ് N2 എന്ന് പറയുന്നത്. 2N എന്ന് വെച്ചാൽ അതെന്താണ്? ഒരു സ്വതന്ത്ര ആറ്റമാണ് അല്ലേ? ഒരു സ്വതന്ത്ര ആറ്റമാണ്. രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെയാണ് 2N എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. N2 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? തന്മാത്രയാണ്, രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ കൊണ്ടുണ്ടായ തന്മാത്രയാണ്. ഇനി 2N2 ആണെന്നുണ്ടെങ്കിലോ, 2N2 ആണെന്നുണ്ടെങ്കിലോ N2 എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു രണ്ട് ആറ്റങ്ങൾ കൊണ്ടുണ്ടായ തന്മാത്രയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 2 ഇപ്പുറത്തിടാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? രണ്ട് നൈട്രജൻ തന്മാത്രകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ട് നൈട്രജൻ തന്മാത്രകളെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ്? ഒന്നും കൂടി നമുക്ക് നോക്കാം. നോക്കി. ഇപ്പോൾ നൈട്രജൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത്. ഈ നൈട്രജൻ ഇപ്പുറത്ത് നമുക്കിവിടെ 1 ഉണ്ടെന്ന് വിചാരിച്ച് വെച്ചോട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കെന്ന് പറയാം ഇതൊരു നൈട്രജൻ ആറ്റമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? 1 ഉണ്ടെന്ന് വിചാരിക്കൂ. ഇനി നമുക്ക് N2 എന്ന് എഴുതിയെന്ന് വിചാരിക്കൂ. N2 എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? N+N അല്ലേ? N2 എന്ന് വെച്ചാൽ എന്താണ്? N+N ആണ് അല്ലേ? അതായത് N വെറുതെ ഇടാണെങ്കിൽ എന്താണ്? ആറ്റമാണ്. അപ്പോൾ ഈ രണ്ട് ആറ്റങ്ങൾ കൊണ്ട് ചേർന്നുണ്ടായ തന്മാത്രയാണ് N2 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? N2 എന്ന് വെച്ചാൽ എന്താണ്? തന്മാത്രയാണ്. ഓക്കെ, ഇനി നമുക്ക് 2N എന്ന് എഴുതിയാലോ? 2N എന്ന് എഴുതിയാൽ ഇതെന്ന് പറയുന്നത് ഒരു ആറ്റമാണ്, ആറ്റമാണ്. രണ്ട് നൈട്രജൻ സ്വതന്ത്ര ആറ്റമാണ് അല്ലേ? രണ്ട് നൈട്രജൻ സ്വതന്ത്ര ആറ്റമാണ് അല്ലേ? രണ്ട് നൈട്രജൻ സ്വതന്ത്ര ആറ്റങ്ങൾ, രണ്ട് ആറ്റങ്ങൾ രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെയാണ് 2N എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ N2 എന്ന് വെച്ചാൽ തന്മാത്രയാണ്. ജസ്റ്റ് N എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ആറ്റമാണ്. ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ 2N ഇടാണെന്നുണ്ടെങ്കിൽ അത് സ്വതന്ത്ര ആറ്റങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇനി നോക്കിയേ,
2n2 അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലേ? ഇനി നോക്കിയാൽ ഹൈഡ്രജൻ He ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആറ്റം എത്രയാണ്? 1 ആണ്. ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ എത്ര ആറ്റം ഉണ്ട്? അവിടെ 2 ആറ്റം ഉണ്ട്. S8 ആണെങ്കിലോ 8 ആറ്റം ഉണ്ട് അല്ലേ? H2 ആണെങ്കിലോ 2 ആറ്റം ഉള്ളൂ. P4 ആണെങ്കിലോ 4 ആറ്റം ഉണ്ട്. സോഡിയം ആണെന്നുണ്ടെങ്കിലോ സോഡിയം ആണെങ്കിലും ഒരെണ്ണം ഉള്ളൂ. ക്ലോറിനാണെങ്കിൽ 2 ഉണ്ട് അല്ലേ? ക്ലോറിനാണെങ്കിൽ 2 ഇട്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആറാണെങ്കിൽ ആർഗൺ 1 ആണ്. ഓക്സിജൻ അല്ല ഓസോൺ അല്ലേ? O3 എന്ന് പറയുമ്പോൾ 3 ആണ്. ഇനി നമുക്ക് പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഈ O2 എന്ന് വെച്ചാൽ എന്താണ്? ഒരു തന്മാത്രയാണെന്ന് പറഞ്ഞു അല്ലേ? He1 ഇപ്പോൾ ഇവിടെ 1 ഇട്ടാൽ നമ്മൾ എന്താണ്? അടിയിൽ 1 ഇടാണെന്നുണ്ടെങ്കിൽ എന്താണ്? തന്മാത്രയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു ആറ്റം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ന് വിളിക്കാം? ആഗാറ്റോമിക മൂലകം എന്ന് വിളിക്കാം. എന്താണ്? ഒരു ആറ്റമാണുള്ളതെങ്കിൽ ഏകാറ്റോമിക മൂലകം എന്ന് വിളിക്കാം. 2 ആറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ദ്വയാറ്റോമിക മൂലകം എന്ന് വിളിക്കാം. 8 ആറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ബഹു ആറ്റോമിക മൂലകം എന്ന് വിളിക്കാം. ഒരാറ്റമാണെങ്കിൽ ഏകാറ്റോമിക മൂലകം, 2 ആറ്റമാണെന്നുണ്ടെങ്കിലോ ദ്വയാറ്റോമിക മൂലകം, 8 ആറ്റമാണെങ്കിലോ ബഹു ആറ്റോമിക് മൂലകം എന്ന് വിളിക്കാം. ഓക്കെ, നോക്കിയാൽ ഹീലിയം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഹീലിയം ആറ്റം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നിയോൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഹീലിയം എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണ് അല്ലേ? ഒരു തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ള മൂലകമാണ് ഹീലിയം എന്ന് പറയുന്നത്. നിയോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. നിയോൺ എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണ്, ഇതിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. ഇനി Cl ആണെന്നുണ്ടെങ്കിൽ Cl2 ആണ്. Cl+Cl ആണ് അല്ലേ? അതായത് Cl2 എന്ന് പറയുമ്പോൾ എന്താണ്? ആറ്റമാണ്. Cl തന്മാത്രയാണ് അല്ലേ? Cl തന്മാത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് വിളിച്ചു? ഏകാറ്റോമിക മൂലകം എന്ന് വിളിച്ചു. 2 എന്നുണ്ടെങ്കിൽ ദ്വയാറ്റോമിക മൂലകം എന്ന് വിളിച്ചു. ഇപ്പോൾ നോക്കി P4 ആണ് അല്ലേ? 4 എന്ന് വെച്ചാൽ എന്താണ്? 4 എന്ന് വെച്ചാൽ 2ൽ കൂടുതലല്ലേ? അപ്പോൾ എന്താ? ബഹു ആറ്റോമിക് മൂലകം എന്ന് വിളിക്കാം. 8 ആണെന്നുണ്ടെങ്കിൽ എന്താ? ബഹു ആറ്റോമിക് മൂലകം എന്ന് വിളിക്കാം. ഇങ്ങനെ ഒരു തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ള മൂലകങ്ങളെ ഏകാറ്റോമിക മൂലകങ്ങൾ എന്ന് വിളിക്കാം. ദ്വയാറ്റോമിക മൂലകങ്ങൾ എന്ന് വെച്ചാൽ 2ഉം, ബഹുആറ്റോമിക മൂലകങ്ങൾ എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. തന്മാത്ര രാസസൂത്രം ഒരു പദാർത്ഥത്തിൻ്റെ ഒരു തന്മാത്രയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കി മൂലകങ്ങളുടെ രാസസൂത്രം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഏകാറ്റോമിക മൂലകങ്ങളിൽ പ്രതീകം തന്നെയാണ് രാസസൂത്രം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകാറ്റോമിക മൂലകമാണ്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ തന്മാത്ര രാസസൂത്രം എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഓക്കെ, ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇത് തന്നെയായിരിക്കും ആറ്റങ്ങളുടെയും എണ്ണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഹീലിയം ആറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീലിയത്തിൻ്റെ സൈഡിലായിട്ട് നമ്മൾ 2 എഴുതിയിട്ടുണ്ട് അല്ലേ? ഹീലിയത്തിൻ്റെ സൈഡിലായിട്ട് 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറയാം? ഇത് 2 ഹീലിയം ആറ്റങ്ങളാണെന്ന് പറയാം, 2 ഹീലിയം തന്മാത്രകളാണെന്ന് പറയാം. അതായത് ഇതെന്ന് വെച്ചാൽ ഹീലിയം എന്ന് പറയുന്നു, നിയോൺ എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഏകാറ്റോമിക തന്മാത്രകളാണ്. അപ്പോൾ ഏകാറ്റോമികമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏകാറ്റോമികം എന്ന് വെച്ചാൽ തന്മാത്ര രാസസൂത്രം എങ്ങനെയാണ് എഴുതുക? സൈഡിൽ ഇപ്പോൾ സൈഡിൽ 2 ഇട്ട് കൊടുക്കുക. സൈഡിൽ നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഹീലിയത്തിനാണെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതി സൈഡിൽ. അപ്പോൾ നമുക്ക് ഈ 2 ഹീലിയം എന്ന് വെച്ചാൽ നമുക്ക് എന്തെന്നൊക്കെ വായിക്കാം? 2 ഹീലിയം ആറ്റമാണെന്നും വായിക്കാം, 2 ഹീലിയം തന്മാത്രമാണെന്നും വായിക്കാം അല്ലേ? നിയോൺ ആണെങ്കിൽ 3 ഇട്ട് കൊടുത്താലോ? 3 എന്നിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലോ 3 നിയോൺ ആറ്റങ്ങളെന്നും പറയാം, 3 നിയോൺ തന്മാത്രകൾ എന്നും പറയാം. അപ്പോൾ ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് ആറ്റോമികത എന്ന് പറയുന്നത്. ആറ്റോമികത എന്ന് വെച്ചാൽ എന്താണ്? ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ടോ ആറ്റങ്ങൾ എണ്ണത്തെയാണ് ആറ്റോമികത എന്ന് പറയുന്നത്. ദ്വയാറ്റോമിക ബഹു ആറ്റോമിക മൂലകങ്ങളിൽ പ്രതീകത്തിൻ്റെ വലതുഭാഗത്ത് താഴെയായി ആറ്റോമികത എഴുതിയാൽ അവയുടെ രാസസൂത്രം ലഭിക്കുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം രാസസൂത്രത്തിൻ്റെ ഇടതുവശത്തായും എഴുതുന്നു. അതായത് നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു 3O2 എന്ന് പറയുന്ന ഒരു രാസസമവാക്യം എഴുതിയിട്ടുണ്ട്. രാസസമവാക്യമല്ല, ഒരു തന്മാത്ര എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതിൽ എത്ര ഓക്സിജൻ തന്മാത്രകളുണ്ട്? തന്മാത്രകൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സൈഡിൽ എഴുതുന്നതാണ് തന്മാത്ര അല്ലേ? ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 3 അല്ലേ? 3 ഓക്സിജൻ തന്മാത്രകളാണ് ഇവിടെ ഉള്ളത്. 3 ഓക്സിജൻ തന്മാത്രകളാണ് ഉള്ളത് അല്ലേ? ഇനി നമുക്ക് ആറ്റങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 × 2 എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ 3 × 2 6 ആണ്. 6 ആണ് അവിടുത്തെ ഓക്സിജൻ ആറ്റങ്ങൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഡയാറ്റോമിക് ആണെങ്കിലും ബഹു അറ്റോമിക മൂലകമാണെന്നുണ്ടെങ്കിലും പ്രതീകത്തിന് വലത് ഭാഗത്ത് താഴെയായി അറ്റോമികത എഴുതിയാൽ നമുക്ക് അതിന് രാസസൂത്രം ലഭിക്കും. അതുപോലെ തന്മാത്രകളുടെ ആകെ എണ്ണ ഇതുന്നത് രാസസൂത്രത്തിന് ഇടതുവശത്തായിട്ടാണ്. നോക്കി, രാസസൂത്രത്തിന് ഇടതുവശം എന്ന് പറയുമ്പോൾ 3 ആണ്. 3 1 3 ആണ് ഇടതുവശം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് അവിടുത്തെ എന്ന് പറയുന്നത് തന്മാത്രകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത എക്സാമ്പിൾ എടുക്കുകയാണ്, 5Cl2 എടുക്കുകയാണെന്നുണ്ടെങ്കിലോ 5Cl2 ഇടതുവശം എന്ന് പറയുന്നത് ഇതാണ്. ഇടതുവശത്തുള്ളതാണ് എത്ര തന്മാത്രകൾ എന്ന് പറയുന്നത്. 5 ക്ലോറിൻ തന്മാത്രകൾ ഉണ്ടെന്ന് നമുക്കിവിടെ പറയാം. ആറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് 5 × 2 എത്രയാണ് 10 ആണ് അല്ലേ. 5 × 2 ചെയ്യുമ്പോൾ എത്രയാണ് 10 ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ തന്മാത്ര എന്ന് വെച്ചാൽ സൈഡിൽ എഴുതുന്നത്, ഇടതുവശത്ത് എഴുതുന്നത് തന്മാത്രയാണ്. അടിയിൽ എഴുതിയിട്ട് നമ്മൾ ഇൻഡു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 5 × 2 ഇത് ഇൻഡു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആറ്റങ്ങൾ കിട്ടി. ഇനി നമുക്ക് നോക്കി നോക്കിയേ, ഇവിടെ ഹൈഡ്രജനെ തന്നിട്ടുണ്ട്. ഹൈഡ്രജനിൽ എത്ര തന്മാത്രകളുണ്ടെന്ന് നോക്കി നോക്കിയേ. ഹൈഡ്രജനിൽ എത്ര തന്മാത്രകളുണ്ട്? ഒരു തന്മാത്രയല്ലേ ഉള്ളൂ അല്ലേ. ഹൈഡ്രജനിൽ ഒരു തന്മാത്രയേ ഉള്ളൂ അല്ലേ. ഹൈഡ്രജനിൽ ഒരു തന്മാത്രയേ ഉള്ളൂ. കാരണം എന്താ, ഹൈഡ്രജൻ ഇടതുവശത്ത് ഒന്നെന്ന് നമുക്ക് വെറുതെ സങ്കല്പിക്കാം. അപ്പോൾ ഹൈഡ്രജൻ ഒരെണ്ണുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആറ്റങ്ങൾ എത്രയാണ് 1 × 2 അല്ലേ. 2 ടോട്ടൽ ആറ്റങ്ങൾ ചെയ്യാനായിട്ട് ഇൻഡു ചെയ്തു നമ്മെ. ഇനി നമ്മൾ 5O2 ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ളത് ഇടതുവശത്തുള്ളതാണ് തന്മാത്ര. 5 നേടി. ആകെ ആറ്റങ്ങൾ കാണാൻ 5 × 2 എത്രയാണ് 10 നേടി. ഇനി 6N2 ആണെന്നുണ്ടെങ്കിൽ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ് അല്ലേ. ഇടതുവശത്ത് എഴുതിയിട്ടുള്ളത് 6 ആണ്. ആകെ ആറ്റങ്ങൾ 6 × 2 12 ആണ്. ഇനി 4Cl2 എന്ന് പറയുമ്പോൾ 4 ആണ് ഇടതുവശത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 4 ആണ് തന്മാത്രയുടെ എണ്ണം എന്ന് പറയുന്നത്. ആകെ ആറ്റങ്ങൾ എത്രയാണ് 4 × 2 എത്രയാണ് 8 ആണ്. ഇനി S8 ആണെന്നുണ്ടെങ്കിൽ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് 1 ആണ് അല്ലേ. 1 ആണ്. ആകെ ആറ്റങ്ങൾ എത്രയാണ് 8 × 1 8 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ, റെഡി അല്ലേ. ഇനി സംയുക്തങ്ങളുടെ രാസസൂത്രം എങ്ങനെയാണ് എഴുതാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ജലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, ഓക്സിജൻ 1 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും H2O എന്നില്ലേ. ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ 2 ആറ്റം ഉണ്ടല്ലോ. അപ്പോൾ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, ഓക്സിജൻ 1 എണ്ണം ഉള്ളൂ. അപ്പോൾ അതാണ് ജലത്തിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഘടക മൂലകങ്ങൾ ഹൈഡ്രജനും ക്ലോറിനാണ് അല്ലേ. പ്രതീകങ്ങൾ എഴുതി നോക്കൂ, അതിനെ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എഴുതിയില്ലേ. ഇനി നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് എഴുതി നോക്കാം. ഹൈഡ്രജൻ ക്ലോറൈഡ് എഴുതുമ്പോൾ അതായത് HCl എഴുതുന്നത് എങ്ങനെയാണ്. ഹൈഡ്രജനെയും ക്ലോറിനെയും പ്രതീകങ്ങൾ ആദ്യം എഴുതാം. എന്നിട്ട് ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിൽ ഒരു ഹൈഡ്രജൻ ആറ്റുള്ളൂ. ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിൽ ഒരു ഹൈഡ്രജൻ ആറ്റുള്ളൂ. അപ്പോൾ നമുക്കത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ക്ലോറിൻ ആറ്റം അടങ്ങിയിട്ടുണ്ട്. ഒരു ക്ലോറിൻ ആറ്റം എന്ന് വെച്ചാൽ CN താഴെ ഒരെണ്ണം അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതിയെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് HCl എന്ന് തന്നെ എഴുതാം അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് കിട്ടി, HCl ആണെന്ന് കിട്ടി അല്ലേ. ക്ലിയർ ആയല്ലോ. നമ്മൾ ഹൈഡ്രജന് താഴെ ഒന്നെന്ന് വെച്ചാൽ എന്താണ്, ഹൈഡ്രജൻ ഒരു ആറ്റം എന്ന് വെച്ചാൽ എന്താണ്, അവിടെ നമുക്ക് ഒന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. CLന്റെ അടിയിൽ 1 ഇട്ടാലും കുഴപ്പമില്ല. ഇല്ല, നമ്മൾ ഇടാതെയാണ്, ഒന്നാണെന്ന് നമ്മൾ ഇടാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ HCl ആണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നോക്കി നൈട്രിക് ഓക്സൈഡ് ആണെങ്കിൽ നൈട്രജനും ഓക്സിജനും ഉണ്ട്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്, നൈട്രജനും ഓക്സിജനാണ് അവിടുത്തെ മൂലകങ്ങൾ എന്ന് പറയുന്നത്. പ്രതീകം എന്താണ്, നൈട്രജൻ്റെ N ആണ്, ഓക്സിജൻ ആണെങ്കിലോ O ആണ്. ഇനി തന്മാത്രയിലെ ആറ്റങ്ങളോ നൈട്രജൻ 1 ആണ്, ഓയ്ക്ക് 1 ആണ്. എങ്കിൽ നമുക്ക് രാസസൂത്രം എങ്ങനെ എഴുതാം, NO എന്ന് എഴുതാം അല്ലേ. എന്നിൻ്റെ അടിയിൽ ഓയുടെ അടിയിൽ എന്തുണ്ടായിരിക്കും, 1 ഉണ്ടായിരിക്കില്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ NO എന്ന് എഴുതിയാൽ മതി. ഇനി അമോണിയ ആണെങ്കിൽ NH3 ആണ് അല്ലേ. NH3 ആണ്. അപ്പോൾ നൈട്രജൻ എഴുതി, ഹൈഡ്രജനും എഴുതി. നൈട്രജൻ 1 ആണ്, H 3 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, NH3 എന്ന് എഴുതാം അല്ലേ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിലാണെന്നുണ്ടെങ്കിൽ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഓക്സിജൻ എത്ര എണ്ണം ഉണ്ടായിരിക്കും, 2 എണ്ണം ഉണ്ടായിരിക്കും കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് എഴുതുമ്പോൾ നമുക്ക് ഓക്സിജൻ 2 എണ്ണം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കാർബൺ 1ഉം ഓക്സിജൻ 2 ആണ്. അപ്പോൾ CO2 എന്ന് എഴുതി. ഇനി സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഹൈഡ്രജനും സൾഫറും ഓക്സിജനും ഉണ്ടായിരിക്കും. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, H2SO4 എന്നാണ് വരിക അല്ലേ. ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. H 2 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ H 2 എണ്ണം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, H2 എന്ന് എഴുതാം. ഇനി S 1 എണ്ണം, അപ്പോൾ S എന്ന് പറയുമ്പോൾ S1 ഇട്ടാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. O ആണെങ്കിൽ 4 ആണ്, അപ്പോൾ O4 എന്ന് എഴുതി. അപ്പോൾ എത്രയാണ് ആറ്റങ്ങൾ എന്നതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ രാസസമവാക്യം എഴുതുന്നത്. ഇനി കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണെങ്കിൽ കാർബണും ക്ലോറിനും എത്രയാണ്, കാർബൺ 1 ആണ്, ക്ലോറിൻ 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, CCl4 എന്ന് എഴുതാം.
ക്ലിയർ ആയല്ലോ? ഒരു സംയുക്തത്തിലടങ്ങിയ മൂലകാറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ 3CO2 എന്ന് എഴുതി 3CO2 അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര തന്മാത്രയുണ്ട്, എത്ര ആറ്റം ഉണ്ടെന്ന് എങ്ങനെ എഴുതാം? നമ്മൾ തന്മാത്ര എന്ന് വെച്ചാൽ ഇടതുവശത്തുള്ളതാണ് അല്ലേ? അപ്പോൾ തന്മാത്ര എന്ന് പറയുമ്പോൾ 3 തന്മാത്രയാണുള്ളത്. ഇനി ആകെ ആറ്റങ്ങൾ എങ്ങനെ എഴുതാം? ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു? ഇൻറ്റു ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ? ഓരോ ആറ്റങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സിയുടെ മാത്രം എടുത്ത് നോക്കാം. സി ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണാണ്. സിയുടെ അടിയിൽ എന്താ ഒന്നുണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ 3x1 എന്ന് വെച്ചാൽ എന്താണ്? 3x1 എന്ന് വെച്ചാൽ 3 അവിടെ കാർബണിന് നമുക്ക് കിട്ടിയ ആറ്റം എന്ന് പറയുന്നത് അല്ലേ? ഇനി നമുക്ക് ഓക്സിജനെ നോക്കുകയാണെങ്കിൽ 3 എഴുതിയിട്ടുണ്ട്. ഈ 3 എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ് കേട്ടോ. അപ്പോൾ 3 ഉണ്ട് ഇൻറ്റു എന്താണ്? ഓക്സിജൻ 2 ഉണ്ട് അല്ലേ? അപ്പോൾ 3 × 2 എത്രയാണ്? 6 അപ്പോൾ 3 + 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടിയില്ലേ? ഈ 9 എന്ന് പറയുന്നതാണ് അവിടുത്തെ ആകെ ആറ്റം എന്ന് പറയുന്നത്. എത്രയാണ്? 9. ക്ലിയർ ആയാലോ? തന്മാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതുവശത്തുള്ളത് എഴുതി അങ്ങനെ തന്നെ. ആറ്റങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? സി എന്ന് പറയുന്നത് കാർബൺ എന്ന് വെച്ചാൽ 3x1 3 എന്ന് എഴുതി അല്ലേ? അതായത് നമ്മൾ ടോട്ടൽ ആറ്റം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇൻറ്റു ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ക്ലിയർ ആവും. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ ഒരു ചാപ്റ്റർ കഴിയുണ്ടോ? ഇനി 2HCl തന്മാത്രകളുടെ എണ്ണം. തന്മാത്രകൾ എത്രയാണ്? 2 അല്ലേ? സൈഡിൽ 2. ആകെ ആറ്റങ്ങൾ എത്ര ഉണ്ട്? എച്ചിലാണെന്നുണ്ടെങ്കിൽ 2 ഉണ്ട്. എച്ചിന് 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ എച്ചിന് 2 ഉണ്ട്. സിഎല്ലിനാണെങ്കിലോ 2 ഉണ്ട് അല്ലേ? ഇപ്പുറത്ത് ഇടതുവശത്തെ 2 തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ 2 × 2 അല്ലേ? 2 × 1 2 എന്ന് കിട്ടി. അപ്പോൾ 2 + 2 4 ടോട്ടൽ ആറ്റങ്ങൾ നമുക്ക് കിട്ടി. ഇനി 4SA2SO2 ആണെങ്കിലോ 4 എന്ന് പറയുന്നതാണ് അടുത്ത തന്മാത്രയുടെ എണ്ണം അല്ലേ? 4 എന്ന് പറയുന്ന തന്മാത്രയുടെ എണ്ണം. ആകെ ആറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്താം? 4S ഉണ്ട്. ഓക്കെ, അപ്പോൾ സൾഫർ 4 എന്നാണ് കിട്ടി. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 × 4 അല്ലേ? 8 അല്ലേ? 2 × 4 8 എത്ര? 4 + 8 എത്ര കിട്ടി? 4 + 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 എന്ന് കിട്ടി അല്ലേ? ഇനി നോക്കിയേ 3C2H5OH എന്ന് പറയുമ്പോൾ എന്താണ്? തന്മാത്രയുടെ എണ്ണം 3 ആണ്. ആകെ ആറ്റം നോക്കിയൊക്കെ കാർബൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × 3 6 ഉണ്ട്. അതുപോലെ തന്നെ 6 + H5 ആണല്ലേ? H5 3. അപ്പോൾ 3 × 5 എത്രയാണ്? 3 × 5 15. ഇനി നമുക്ക് OH നോക്കുകയാണെങ്കിൽ ഓക്സിജൻ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ 3 ഉണ്ട്. പ്ലസ് എന്താണ്? H എന്ന് പറയുന്നത് 3 ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടാതാണ് അവിടുത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിലെത്ര ആറ്റങ്ങളുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതിലെത്ര ആറ്റങ്ങളുണ്ടെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യൂ. C6H12O6 ആണ്. ഇടതുവശത്തായിട്ട് 2 ഉണ്ട്. അപ്പോൾ തന്മാത്രയുടെ എണ്ണം 2 ആണ്. എന്നിട്ട് നമുക്ക് ഓരോ കാർബണിൻ്റെ എത്രയാണ്, ഹൈഡ്രജൻ എത്രയാണ്, ഓക്സിജൻ എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് ടോട്ടൽ എണ്ണം എഴുതിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി രാസസമവാക്യങ്ങൾ. കാർബൺ ഓക്സിജനുമായി സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും അല്ലേ? കാർബണും ഓക്സിജനും കൂടി സംയോജിച്ചെന്നുണ്ടാകും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ അഭികാരകങ്ങൾ ഏതാണ്? ഈ ഇടതുവശത്ത് എഴുതിയിട്ടുണ്ടായിരുന്ന എന്താണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്നൊക്കെ പറയാം അല്ലേ? നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഏതാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെയാണ് നമുക്കിതെന്ന് പറയാം അഭികാരകങ്ങൾ എന്ന് പറയാം. ഇന്ന് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രൊഡക്റ്റ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതാണ്? കാർബണും ഓക്സിജനുമാണ്. ഉൽപ്പന്നങ്ങൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? അപ്പോൾ C+O2 = CO2 എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ ഒരു രാസപ്രവർത്തനത്തിലെ മാറ്റങ്ങളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് രാസസമവാക്യം. ഇതിൽ അഭികാരകങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സൂചിപ്പിക്കുന്നതിനായിട്ട് അവയുടെ പ്രതീകങ്ങൾ രാസസൂത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സൂചിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇങ്ങനെ രാസസമവാക്യം ചെയ്താണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് പ്രോസസ്സ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഇന്ന് നോക്കി, കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് എന്താണ്? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. കാൽസ്യം കാർബണേറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CaCO3 അല്ലേ? CaCO3 എന്ന് പറയുന്നത് വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും? കാൽസ്യം ഓക്സൈഡായിട്ടും മാറുന്നുണ്ട്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡായിട്ടും മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രാസസമവാക്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ? കാൽസ്യം കാർബണേറ്റ് എന്തായി മാറുന്നു? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നുണ്ട്. നമുക്കിങ്ങനെ എഴുതിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല അല്ലേ? രാസസമവാക്യം എഴുതി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോക്കിയേ ചില രാസപ്രവർത്തനങ്ങൾ എന്താണ്? ഹൈഡ്രജനും ജലം എടുത്ത് നോക്കിയാലോ? H2+ അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഹൈഡ്രജൻ അല്ലേ? ജലം ഉണ്ടാകുന്നു, H2O ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വിലയിരുത്താമെന്ന് പറയുന്ന ഒരു ഭാഗമാണ്
ഫ്രാൻസിയത്തിൻ്റെ പ്രതീകം എന്താണ്? ഫ്രാൻസിയം എന്ന് പറയുന്നത് FR ആണ്. ഫ്രാൻസിയം എന്ന് പറയുന്നത് FR ആണ്. ഫ്രാൻസിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൊരു രാജ്യമാണെന്ന് പറഞ്ഞു. ഇനി ക്യൂറിയം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ക്യൂറിയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ക്യൂറിയത്തിൻ്റെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? CM എന്നാണ് പറഞ്ഞു അല്ലേ? CM ആണ്. അദ്ദേഹം ആരാണ്? ശാസ്ത്രജ്ഞയാണ്. ഇനി റുബീഡിയം എന്ന് പറയുന്നത് RB എന്നാണ്. ഇത് RB ആണ് റുബീഡിയം എന്ന് പറയുന്നത്. RB ആണ്. റുബീഡിയം എന്ന് പറയുന്നത് ഒരു നിറമാണ്. ഇനി നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് എന്താണ്? ഗ്രഹമാണ് അല്ലേ? NP ആണ്. നെപ്റ്റ്യൂണിയം എന്നാണ് ഒരു ഗ്രഹമാണ്. ഇനി എന്താണ്? യൂറോപ്പിയം എന്ന് പറയുമ്പോൾ എന്താണ്? എങ്ങനെ ഇതാ EU എന്നാണ്. എന്താണ്? യൂറോപ്പിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൻകര അല്ലെങ്കിൽ എന്താണ്? ഭൂഖണ്ഡമാണ് എന്ന് നമുക്ക് പറയാം അല്ലേ? ഇനി ടൈറ്റാനിയം എന്ന് വെച്ചാൽ TI എന്നാണ് എഴുതാം. ടൈറ്റാനിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപഗ്രഹമാണ്. ഓക്കെ. ക്ലോറിൻ എന്ന മൂലകത്തിൻ്റെ പ്രതീകമാണ് Cl. ഈ പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് 2 ക്ലോറിൻ ആറ്റങ്ങളെയും ഒരു ക്ലോറിൻ തന്മാത്രകളെയും എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സൂചിപ്പിക്കുക? എന്താണ്? 2 ക്ലോറിൻ ആറ്റങ്ങൾ അല്ലേ? 2 ക്ലോറിൻ ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ Cl2 എന്ന് എഴുതാം അല്ലേ? ഒരു ക്ലോറിൻ തന്മാത്ര എന്ന് വെച്ചാൽ എന്ത് എഴുതാം? ഒരു ക്ലോറിൻ തന്മാത്ര എന്ന് വെച്ചാൽ Cl എന്ന് മാത്രം എഴുതാം. ഇപ്പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 ഇട്ട് കൊടുത്താൽ അല്ലേ? നമ്മൾ ഇടതുവശത്ത് എഴുതാണെങ്കിൽ നമുക്കെന്ന് പറയാം 1 Cl എന്നൊക്കെ നമുക്ക് എഴുതാം എന്ന് പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് താഴെ പറയുന്നവ ഓരോന്നിലെയും ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തി ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണെന്ന് എഴുതുക. ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തി 5NH3 എന്ന് പറയുമ്പോൾ 20 എണ്ണം ഉണ്ടായിരിക്കും. 2H2O എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 6 എണ്ണമായിരിക്കും. പിന്നെ 5NO2 ആണെന്നുണ്ടെങ്കിൽ 15 ആയിരിക്കും. 4CO2 ആണെങ്കിൽ 12 ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ ഏതിലാണ്? 20 ഉള്ളതിലാണ് 5NH3 ആണ് അല്ലേ? നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂലകവും നാമകരണത്തിന് അടിസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. ഇൻഡിയം ആണെങ്കിൽ ഇൻഡിഗോ എന്ന് പറയുന്ന നിറത്തിലാണ് ഇൻഡിയം ഉണ്ടായത്. IN ആണ് പ്രതീകം. ഇനി റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ പേരിലുള്ള മൂലകം ഏതാണ്? റുദർഫോർഡിയം ആണ് അല്ലേ? റുദർഫോർഡിയം ആണ്. RF എന്നുകൊണ്ടാണ് പ്രതീകം. ജർമ്മേനിയം എന്ന് പറയുമ്പോൾ എന്താണ്? ജർമ്മൻ എന്ന് പറയുന്ന രാജ്യമാണ് അല്ലേ? ജർമ്മൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് അല്ലേ? പ്രതീകം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ജർമ്മൻ്റെ GE ആണ്. സിൽവർ ആണെങ്കിൽ അർജനം ലാറ്റിൻ നാമമാണെന്ന് നമ്മൾ പറഞ്ഞു. അർജനം എന്ന് പറയുമ്പോൾ AG ആണ് എന്ന് പറഞ്ഞു. ചില ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഓരോ ശാസ്ത്രജ്ഞരെയും റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറയുന്നത് ആരായിരുന്നു? മെൻഡലീഫ് ആയിരുന്നു അല്ലേ? ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിരുന്നു? മെൻഡലീഫ് ആണ്. ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ മൂലകങ്ങളെ വേർതിരിച്ചിട്ട് ഇരിക്കുന്നത് ആരാണ്? മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? മെൻഡലീഫാണ്. ഇനി സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളായി ത്രികങ്ങൾ ആരായിരുന്നു? ഡോബറൈനർ ആയിരുന്നു അല്ലേ? ഡോബറൈനർ ആണ് അല്ലേ? ത്രികങ്ങൾ എന്ന് പറയുന്നത് ഡോബറൈനർ ആയിരുന്നു. മൂലകങ്ങളെ ലോഹങ്ങളിൽ ഇങ്ങനെ വർഗീകരിച്ചതാരാണ്? ലവോസിയർ അല്ലേ? ലവോസിയ. മൂലക ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തെ ആവർത്തന ഫലമാണെന്ന് കണ്ടെത്തിയതാരാണ്? 8ാമത് വരുന്നത് അഷ്ടക നിയമം ആരാണ്? ഡോബറൈനർ ആണ് അല്ലേ? അഷ്ടക നിയമം ആരാണ്? ഡോബറൈനർ ആണ്. പിന്നെ നമുക്ക് ഏതാണ്? ഹെൻറി മോസ്ലി ആരാണ്? ആവർത്തന പട്ടികയിൽ എങ്ങനെയാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് അല്ലേ? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് മോസ്ലി. അദ്ദേഹം ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന ക്ലാസ്സുകൾ. ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.